നമസ്കാരം. ഇന്ന് നമ്മൾ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള നന്ദിയാണ് പറയുന്നത്. 4-മത്തെ ദിവസത്തെ പ്രാക്ടീസാണ്. ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്. ഈ 3 കാര്യങ്ങളും ശരിയായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലുണ്ടല്ലോ, അത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ സ്വർഗ്ഗ തുല്യമായിരിക്കും. ഈ 3-ൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ, ഹെൽത്ത്, വെൽത്ത്, നല്ല റിലേഷൻഷിപ്പ്, ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തുടങ്ങും നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ, സ്ട്രെസ്സ്, സ്ട്രെയിന്, അങ്ങനെയുള്ള ദുരിതങ്ങളെല്ലാം വന്ന് തുടങ്ങുന്നത് ഹെൽത്തിലോ വെൽത്തിലോ റിലേഷൻഷിപ്പിലോ പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതിലേതിലാണ് നമ്മൾക്ക് വേണ്ടത്, ഏതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 കാര്യത്തിന് നമ്മൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് തന്നെയാണ്. ഇന്നലെ നമ്മളത് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള നന്ദി എങ്ങനെയാണ് എഴുതേണ്ടത്, എങ്ങനെയാണ് അതിന് ഹീൽ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഹെൽത്തി ആയിട്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് നമ്മൾ കാണലുണ്ടായിരിക്കില്ല, അല്ലേ? റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ടാണ്. നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് തോന്നും? നമ്മൾക്ക് ഈ ഭൂമിയിൽ ഇനിയും ഇനിയും ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നും. നല്ല നല്ല രീതിയിൽ പണിയെടുക്കണമെന്നും ഓരോരോ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെയുള്ളൊരു എനർജി തോന്നും. ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകം തന്നെ കാണാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തു നിന്ന് തന്നെ പോകേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഹെൽത്തിനെ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ഓരോരോ അവയവങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യുക? നന്ദി പറയുക. നമ്മളെ കയ്യിനും കാലിനും ത്വക്കിനും മൂക്കിനും കണ്ണിനും കാതിനും എല്ലാത്തിനും, നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ദിവസവും നമ്മളൊന്ന് നന്ദി പറയുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു എന്ന് വിചാരിക്കുക, കാലുവേദനയാണെന്ന് വിചാരിക്കുക. കാലുവേദന വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങും എന്ത്? അയ്യോ, ഈ കാലിനെ കൊണ്ട് ഞാൻ തോറ്റു, ഈ കാല് കാരണം കൊണ്ടാണ് എനിക്ക് ബുദ്ധിമുട്ട്, ആകെ ദുരിതമായി മാറിയിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ആ കാലിനെ ശപിച്ചുകൊണ്ട് തുടങ്ങും. അതല്ല വേണ്ടത്. ഇത്ര കാലം എൻ്റെ കാല് ഉണ്ടായത് കൊണ്ടാണല്ലോ ഞാൻ ഇത്രയും കാലം സുഖമായി നടന്നത്. ആ ഒരു നന്ദി നമ്മൾ ഒരിക്കലും ആരെയും ഒരിക്കലും നമ്മൾ കാലിനോടോ കയ്യിനോടോ ഏത് ഭാഗത്തെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാറില്ലല്ലോ. അപ്പോൾ ഇനി മുതൽ എന്തെങ്കിലും ഒരു അസുഖം നിങ്ങൾക്കുണ്ടെങ്കിൽ തന്നെയും ആ ഭാഗത്തെ നമ്മൾ നോക്കിക്കൊണ്ട് പറയാം, ഇത്രയും കാലം നീ എന്നെ നോക്കിയല്ലോ, അതുകൊണ്ടാണല്ലോ എനിക്ക് ഈ ഭൂമിയിൽ ഇത്രയും സുഖമായിട്ട് ഇത്ര കാലം ജീവിക്കാൻ പറ്റിയത്. അതിന് ഞാൻ നല്ല നന്ദി പറയുന്നു എന്ന് പറയാം. അപ്പോൾ കയ്യാണെങ്കിൽ കയ്യിനോട് പറയാം. എന്നിട്ട് പറയാം, ഇനിയും നീ എന്നെ നല്ലപോലെ നോക്കും, എന്നോട് എൻ്റെ കൈ നല്ല സുഖമായി തീരും എന്നെനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനോട് നന്ദി പറയാം. മുൻകൂറായി തന്നെ നന്ദി പറയാം. അങ്ങനെ ഹീൽ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം അതങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ തന്നെ ആ രോഗത്തിന് ഒരു മാറ്റം കാണാനായിട്ട് നമ്മൾക്ക് സാധിക്കും. പിന്നെ നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടത് ഇങ്ങനെ ശരിയാവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല നമ്മളത് ചെയ്യണത്. ആ ദൈവത്തിനോടുള്ള, നമ്മുടെ ആ ക്രിയേറ്ററിനോടുള്ള നന്ദിയാണ് നമ്മൾ അറിയിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഒരു ഫീലിംഗ് വരണം. നമ്മളെ സഹായിക്കുന്ന ആരോടാണെങ്കിലും എന്തിനോടാണെങ്കിലും ക്രിയേറ്ററിനോടാണെങ്കിലും ഒക്കെ നമ്മളത് നന്ദി കാണിക്കുന്ന നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഫീലിംഗ് വന്നിട്ട് തന്നെ വേണം. അല്ലാതെ എനിക്കത് കിട്ടും, ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും, അതൊന്നുമല്ല. നമ്മൾ നമ്മളെ മാനസികമായി ഉയർത്തുകയാണ് നന്ദി പറയലിലൂടെ ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആ വിഷത്തെ ഇല്ലാതാക്കുന്ന ഒരു എന്താ പറയുക, ഒരു ഇമോഷണൽ മെഡിസിനാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ നെഗറ്റിവിറ്റീനെയൊക്കെ മാറ്റിയിട്ട് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാക്കി മാറ്റുക. അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഇമോഷണൽ മെഡിസിനാണ് എന്ത്? ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ അത് എങ്ങനെയാണ് ഉണ്ടാവുക? നമുക്ക് പെട്ടെന്ന് അത് ഒരു കാര്യം വരില്ലല്ലോ. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മളത് ആക്കി മാറ്റാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എന്താണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ ഒരു കാർഡ് പോലെ എടുക്കുക. എന്നിട്ട് അതിലെഴുതാം, ദ ഗിഫ്റ്റ് ഓഫ് ഹെൽത്ത് ഈസ് കീപ്പിംഗ് മീ എലൈവ്. ദ ഗിഫ്റ്റ് ഓഫ് ഹെൽത്ത് ഈസ് കീപ്പിംഗ് മീ എലൈവ്. അതിൻ്റെ അർത്ഥം നിന്നാ പറയേണ്ടത്, ആരോഗ്യമെന്ന ഈ സമ്മാനമാണ് എന്നെ ജീവനോടെ നിലനിർത്തുന്നത്, അല്ലേ?
ആരോഗ്യമെന്ന ഈ സമ്മാനമാണ് എന്നെ ജീവനോടെ നിലനിർത്തുന്നത്. അതാണ് ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അങ്ങനെ അതൊരു 4 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഒരു ദിവസം അത് വായിച്ചിരിക്കണം. ഒരു പേപ്പറിൽ എഴുതി നിങ്ങൾ കാണുന്ന ഭാഗത്ത് ഒട്ടിച്ച് വെച്ചിട്ട് 4 പ്രാവശ്യം മിനിമം എങ്കിലും നിങ്ങളത് വായിക്കണം. ദ ഗിഫ്റ്റ് ഓഫ് ഹെൽത്ത് ഈസ് കീപ്പിംഗ് മീ അലൈവ്. ആരോഗ്യമെന്ന സമ്മാനമാണ് എന്നെ ജീവനോടെ നിലനിർത്തുന്നത്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ആരോഗ്യമെന്ന സമ്മാനമാണ് എന്നെ ജീവനോടെ നിലനിർത്തുന്നത്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ആരോഗ്യമെന്ന സമ്മാനമാണ് എന്നെ ജീവനോടെ നിലനിർത്തുന്നത്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസുകൾ മുടങ്ങാതെ ചെയ്യുക. താങ്ക് യു സോ മച്ച്.